നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള പ്ലം കേക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഓവൻ ഇല്ലാതെയും അതുപോലെ എഗ് ബീറ്റർ ഇല്ലാതെയും ഷുഗർ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടും മുട്ട കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടും അങ്ങനെ എല്ലാ രീതിയിലുള്ള പക്ക ബേക്കറിയിൽ കിട്ടുന്ന പ്ലം കേക്കും അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്ലം കേക്കും ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മൾ നോർമലി ബേക്കറിയിലൊക്കെ കാണാറുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. എഗ് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അര കപ്പോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അര കപ്പോളം ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്, ബ്ലാക്കും ബ്രൗണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാട്ടോ. ടോട്ടലായിട്ട് 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അര കപ്പോളം കറുത്ത മുന്തിരിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറുത്ത മുന്തിരി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ആണെങ്കിലും മതി, ഏതാണെങ്കിലും അര കപ്പ് എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ രാവിലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 2 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. വൈകുന്നേരം വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ 1-2 ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 2 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കിനി അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം വേണ്ട. അപ്പോൾ നല്ലോണം പിഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒട്ടും വേണ്ട, കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കുക. കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താലും മതി. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ലോണം ചൂടാക്കിയിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ബ്രൗൺ കളറായി കിട്ടണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ കാരമൽ ചെയ്തെടുക്കുമ്പോൾ പുഡിങ്ങിനൊക്കെ കാരമൽ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാറുണ്ട്. ഡാർക്ക് കളറാക്കി എടുക്കാറില്ല. നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലോണം കയ്പ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു പ്ലം കേക്കിന് നല്ലോണം ഡാർക്ക് കളറാക്കി എടുക്കുക, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കയ്പ്പ് വരുന്നില്ല കേട്ടോ. എല്ലാം കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കയ്പ്പ് വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിന് നല്ലോണം ഇത് മെൽട്ടായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ കാരമൽ ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 1 കപ്പ് തന്നെ ബ്രൗൺ ഷുഗർ എടുത്താൽ മതി. ഇതിപ്പോൾ അര കപ്പ് ഇതിലോട്ടും പിന്നീട് നമ്മൾ അര കപ്പ് മുട്ടയിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ, ഒന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ അര കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തതെങ്കിൽ ഒരു 1/4 കപ്പ് വരുന്ന രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക, വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 ഗ്രാമ്പു അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ബാറ്ററിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, ഡയറക്റ്റാണ് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു സമയം കൊണ്ട്. വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയും ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി ചേർത്ത് കൊടുക്കാറുള്ള 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുറേ പേരിങ്ങനെ അരിപ്പയിലിട്ടിട്ടൊക്കെ അരിച്ചെടുക്കാറുണ്ട് 1-2 പ്രാവശ്യം. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ ഷുഗർ കാരമൽ ചെയ്തത് ഓൾമോസ്റ്റ് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ കൂടുതൽ തിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണ്ടും ചൂടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ. എഗ് ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ബട്ടർ, അല്ലെങ്കിൽ നമ്മൾ കാരമൽ ചെയ്ത കൂട്ടത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് ബട്ടർ ചേർത്തിട്ടൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചേർത്തതൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ബ്ലെൻഡറിലാകുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പ്ലം കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്റർ ലൂസാവാത്ത നോക്കണം. ബാറ്റർ ലൂസായി കഴിഞ്ഞാലാണ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതൊക്കെ താഴെ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം തിക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ നല്ല ചൂടുള്ള 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നല്ലോണം തിക്കായിട്ട് നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ടുവരാത്ത പരുവത്തിലൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അത് ശരിയായിക്കോളും. അപ്പോൾ ഇത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ചുരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ മുകൾ ഭാഗം മാത്രം, ഒരു തൊലിയുടെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാഷ്യൂ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കപ്പോളം ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. മൈദയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കേക്കിൻ്റെ താഴെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മൈദയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെ നമുക്കിതുപോലെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാറ്ററി ലൂസായാലാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴെ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ താഴെ പോകുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മോൾഡിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ബട്ടറൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡാണ്. ഓയിലാണെങ്കിലും മതി, ഓയിൽ പുരട്ടി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോൾഡിലോട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള മോൾഡ് എടുക്കാം, അതുപോലെ ബ്രെഡ് ലോഫ് എടുക്കാം. പക്ഷേ അങ്ങനെയുള്ള പാത്രം പിടിക്കുന്ന വലിയ പാത്രം എടുക്കേണ്ടി വരും നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ഉണക്കമുന്തിരി, കുറച്ച് കാഷ്യൂ ഒക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീഹീറ്റാക്കാൻ വെക്കണം പാത്രം. നേരത്തെ തന്നെ ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റാക്കി വെച്ചിട്ടുള്ള, ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രത്തിനകത്താണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം നിങ്ങൾക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള പാത്രം ഒരു 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം പ്രീ ഹീറ്റാക്കി വെക്കുക പാത്രം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് ആയ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 40-45 അല്ലെങ്കിൽ ഒരു 50 മിനിറ്റോളമൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ സമയത്തിൽ മാറ്റം വരും. എന്തായാലും ഒരു 30 മിനിറ്റോളം തുറന്ന് നോക്കരുത്. 30 മിനിറ്റ് ആയ ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നൊക്കെ അങ്ങനെ കൂടെ തുറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ സ്ക്വയർ ആയിട്ടുള്ള ട്രേ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിനേക്കാളും പെട്ടെന്ന് ബേക്കായി കിട്ടും. ഇനി ഇത് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇതിൻ്റെ അടിയിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. പാകത്തിന് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. നമ്മളിത് ഇലക്ട്രിക് ബീറ്ററൊന്നും യൂസ് ചെയ്യാത്ത മിക്സിയിൽ തന്നെ ജസ്റ്റ് കറക്കിയെടുത്തതാണ്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇലക്ട്രിക് ബീറ്ററിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലെൻഡറിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ കേക്കിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതും മിക്സിയിൽ ജസ്റ്റ് കറക്കി എടുക്കുന്നതും കേക്കിൻ്റെ ടെക്സ്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും കേക്ക് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. കയ്യിൽ ഇലക്ട്രിക് ബീറ്ററൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ താഴെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് എഗ്ലെസ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് വെക്കുക. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത ഒരു റെസിപ്പി കാണാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്ന്. അതുപോലെ തന്നെ ഷുഗർ കാരമൽ ഏതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ആ ഒരു റെസിപ്പി നോക്കാം. ആദ്യം ചെയ്ത റെസിപ്പി. പിന്നെ വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും സെയിം ആണ് കേട്ടോ എടുക്കുന്നത്. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് 1-2 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈരിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക ഒരു പോർക്ക് വെച്ചിട്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1-2 ഗ്രാമ്പും അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എടുത്ത് വെച്ച പഞ്ചസാര, പൊടിച്ച പഞ്ചസാര മൊത്തത്തിൽ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ
സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി മെൽറ്റ് ചെയ്തിട്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത സൺഫ്ലവർ ഓയിലും ഈ ഒരു തൈരും ഒക്കെ ആയിട്ട് നല്ലോണം മിക്സായി കിട്ടണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലും തൈരും ഒക്കെ ആയിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത പഞ്ചസാര കാരമൽ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം തിക്കാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒരുപാട് തിക്കാകാനും പറ്റില്ല, അതുപോലെ ഒരുപാട് ലൂസായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴെ പോവും. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തൈരും അതുപോലെ 1/4 കപ്പ് തൈരും 1/4 കപ്പ് ഓയിലും പിന്നെ പഞ്ചസാരയും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത റെസിപ്പിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പോളം ഓൾമോസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റത്തെ ആ ഒരു റെസിപ്പിയിൽ പറഞ്ഞ പോലെ ആ ഒരു റെസിപ്പി കാണാം കേട്ടോ. സോക്ക് ചെയ്ത് വെക്കുന്നതും അത് പിഴിഞ്ഞെടുക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 കപ്പോളം. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ ഓറഞ്ച് അതിൻ്റെ മുകൾ ഭാഗം, ഓറഞ്ചിൻ്റെ തൊലി ആ ഒരു മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട്, അത് വാഷ് ചെയ്ത ശേഷം ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മോൾഡിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടറൊക്കെ പുരട്ടി കൊടുത്താൽ, ബട്ടർ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുക്കണം ആദ്യം മോൾഡിലോട്ട്. പിന്നെ പറഞ്ഞ പോലെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നല്ലോണം ചൂടാക്കിയിടണം. അതിലോട്ടാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് ടിന് വെച്ച് കൊടുക്കുന്നത്. ഓവനാണെങ്കിലും സെയിം ആണ് കേട്ടോ. OTG ഓവനിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. കൺവെക്ഷൻ ഓവനിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അറിയില്ല. പിന്നെ ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തതല്ല, സോക്ക് ചെയ്യാത്തത്. അതുപോലെ കറുത്ത മുന്തിരിയും പിന്നെ കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം പ്രീഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രമാണിത്. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് ചൂടാക്കി ഇടണം. അപ്പോൾ ഇതിലോട്ട് ഈ ഒരു മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. 2 മിനിറ്റ് ആയ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും ബേക്ക് ചെയ്യാനായിട്ടൊരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് വരെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റോളം നോക്കരുത്. 30 മിനിറ്റ് ആയ ശേഷം വേണമെങ്കിൽ തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ബേക്കായിട്ടില്ലെങ്കിൽ വീണ്ടും
ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് വീണ്ടും വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 50-55 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം. അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നമുക്കറിയാം അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലോണം ചൂടാറിയ ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ എല്ലാവർക്കും സെയിം ഈ ഒരു സമയമായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്പോഞ്ചി ടൈപ്പല്ല, ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് വേറെ തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടയൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ താഴെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടി ആവാം അല്ലേ. അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, ഒരിച്ചിരി ശർക്കര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശർക്കരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, ശർക്കര ഒഴിവാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലോട്ട് 100 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ച് കുറച്ചൊന്ന് തിക്കാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് ആകുന്നവരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് മെൽട്ടായിട്ട് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല, ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിലോട്ട് തന്നെ ഒരു ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഇതിലോട്ടൊരു ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് അരിപ്പയിൽ അരിച്ചിട്ട് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് അമൃതം പൊടി വേണമെങ്കിൽ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മൊത്തത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ, അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ അതിലൊരു ഇച്ചിരി ഉപ്പുണ്ട്, അപ്പോൾ അത് തന്നെ മതിയാകും. വേണമെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തില്ലെങ്കിൽ കേക്ക് സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലെൻഡറിലാണ് കേട്ടോ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 മുട്ട ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനി പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുട്ട മാത്രമായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ, നല്ല ഫ്ലഫിയാക്കി എടുക്കാം വേണമെങ്കിൽ. പിന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പോളം 100 ഗ്രാം ശർക്കരയാണല്ലോ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്ത കൂട്ടത്തിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന്
മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയും നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ സംഭവങ്ങളും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ടിന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, ഉണക്ക മുന്തിരി, അതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത പോലെ തന്നെ സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഫസ്റ്റ് കാണിച്ച കേക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാം. ഇതിൽ കാണിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ഇത് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനായിക്കോളും. വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനായിക്കോളും. അപ്പോൾ ഇനി ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കാഷ്യൂ ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ ഒരു 1/4 കപ്പ് ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് ആക്കി കൊടുക്കാം. ബട്ടറൊക്കെ പുരട്ടി കൊടുത്താൽ, ബട്ടർ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുത്താൽ മോൾഡിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം കേട്ടോ. സ്ക്വയർ ആയിട്ടുള്ളതും പിന്നെ ബ്രെഡ് ലോഫ് ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ട് മോൾഡ് തന്നെ എടുത്തതാണ്. എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി, പക്ഷേ വലിയ പാത്രം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം മാത്രം ഞാൻ ചെറിയ മോൾഡ്, റൗണ്ട് മോൾഡ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാക്കാൻ വെച്ചിട്ടുള്ള 10 മിനിറ്റോളം ചൂടാക്കിയിട്ടുള്ള, 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രത്തിനകത്തോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട് ഈ ഒരു പാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഗ്ലൗസൊക്കെ ആണെങ്കിൽ, നല്ല കോട്ടൺ ക്ലോത്തിൻ്റെ ഗ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കൈയൊക്കെ തട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കൈയൊക്കെ തട്ടിയാൽ നല്ലോണം പൊള്ളുന്നുണ്ട്. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് ആയ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒരു ഓൾമോസ്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയ ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഒരിക്കലും തുറന്ന് നോക്കരുത് കേട്ടോ. 30 മിനിറ്റ് എങ്കിലും ആയ ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അതുപോലെ നല്ല പാകത്തിന് പൊങ്ങി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടില്ല, പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തത്. ശർക്കരയാണല്ലോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ശർക്കര ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഹണി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴിവാക്കിയിട്ട് കുറച്ചൊന്ന് ഹണി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു ബാറ്ററിലോട്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക്, ഷുഗറൊന്നും മധുരമൊന്നും അധികം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തെടുക്കാം, ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമൽ ഇതൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതും ശർക്കര ഒരു ഇച്ചിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്ര വലിയ കേക്കിന് 100 ഗ്രാം ശർക്കരയൊക്കെ നല്ലോണം കുറവാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ 200-250 ഗ്രാമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സ്പോഞ്ചി ടൈപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. മധുരമൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.
താങ്ക് യു.